മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ നല്ല വലിയ ചെമ്മീൻ കിട്ടിയിരുന്നു. അത് ഞാൻ മുറിച്ച് മഞ്ഞളും ഉപ്പും ജീരകവും തേച്ച് വെച്ചതായിരുന്നു. ഒരു മണിക്കൂറോരം അങ്ങനെ ഇരുന്ന്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അച്ചാറുണ്ടാക്കാനാണ്. ഞാൻ സാധാരണ ഇടുന്ന മാതിരി ആട്ടിയിടില്ല എന്നൊക്കെ. വെളുത്തുള്ളിയൊക്കെ തോലൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഉരിച്ചിട്ടിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ അച്ചാറുണ്ടാക്കി വെക്കുക. അടിപൊളിയാണ്. അറിയാത്തവരോടാണ്, അറിയുന്നവരോടല്ല. അറിയുന്നവരൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ്. വേവട്ടെ. ചെമ്മീൻ നല്ലോണം പൊരിഞ്ഞിട്ടിട്ട ചെമ്മീൻ നമ്മൾ കോരി എടുക്കുകയാണ്. തീ കുറച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ ചെമ്മീൻ? നമുക്ക് തൊലിച്ച് വെച്ച വെളുത്തുള്ളിയാണിത്. ഞാൻ വെളുത്തുള്ളി എപ്പോഴും ആട്ടിയിട്ടാണ് ഇടൽ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടതാണ്. ഇതിലിട്ടൊന്ന് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി ചെറുങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഇഞ്ചി ഇതിലിടണം കേട്ടോ. പക്ഷെ ഞാൻ ഇഞ്ചി ആട്ടിയതാണ് ഇടുന്നത്, മുഴുവനാലിടുന്നില്ല. ഒന്ന് വേവട്ടെ കേട്ടോ. ഇതൊക്കെ അയക്കുന്നേ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത് വെച്ച് ഒക്കെ കോരി എടുക്കട്ടെ. ഇതിലൊക്കെ ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് നല്ലോണം മൊരിച്ചതാക്കിക്കിട്ടാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ ഇതിലിട്ടുകൊണ്ടൊന്ന് പരപരാകാണ്ട് നല്ലോണം ഇതൊന്ന് വേട്ടെ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം, പെരുംജീരകം, കായപ്പൊടി, മഞ്ഞൾ, മുളക് ഒക്കെ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇതാ നല്ലോണം വെളുത്തുള്ളിയൊക്കെ റെഡിയായി. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് അങ്ങനായിട്ട് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചിയും സുർക്കയും കൂടാണ് ഇത്. ഇഞ്ചി ആട്ടിയിട്ട് അതിൽ കുറച്ച് സുർക്ക ഒഴിച്ച് വെച്ചതാണ്. ഞങ്ങളെ കായൊക്കെ അങ്ങനെ റെഡിയായി കേട്ടോ. നമുക്ക് വെളുത്തുള്ളിയും ചെമ്മീനും കൂടെ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക കേട്ടോ. നല്ലോണം ഇളക്കുക. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ